ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ നൽകിയത് എന്ന ദേവസ്വം ബോർഡിന്റെ വാദം പൊളിഞ്ഞു. നന്ദഗോവിന്ദം ഭജൻസിന് പണം നൽകിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശകെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം. ഇഷാൻ ദേവിന്റെ സംഗീത ആവിഷ്കാരത്തിന് 8 ലക്ഷം രൂപ ചെലവായി. തുക നൽകിയതിന് വൗച്ചറോ ബാങ്ക് ഇടപാട് രേഖകളോ ഇല്ല. പ്രശാന്ത് കൃഷ്ണയായിരുന്നുണ്ട്. പ്രശാന്ത് ഇപ്പോൾ പിഴവ് സമ്മതിക്കുന്നു, ഒപ്പം ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട് എന്നത് ദേവസ്വം ബോർഡ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. രതീഷ്, ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ ഇല്ലെന്നായിരുന്നു സർക്കാരിൻ്റെ ഭാഗവും CPM ഭാഗവും എല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ വിശദീകരണം എന്ന് പറഞ്ഞാണ് ദേവസ്വം ബോർഡിൻ്റെ വാർത്താക്കുറിപ്പ്. അതായത് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ശരിവയ്ക്കുകയാണ് ദേവസ്വം ബോർഡ്. അപ്പോൾ അതിൽ ഓരോ പ്രധാനമായും 2-3 കാര്യങ്ങൾ എടുത്തു തന്നെ പറയണം. അതിൽ ഈ നന്ദഗോവിന്ദ് ഭജൻസിന് 8 ലക്ഷം രൂപ നൽകി എന്ന പരാമർശം ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നന്ദഗോവിന്ദ് ഭജൻസ് അവിടെ പരിപാടി അവതരിപ്പിച്ചിരുന്നില്ല. അതിന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്ന ഒരു പിഴവാണെന്ന്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനൊരു പരാമർശമേ ഇല്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനൊരു പരാമർശമുണ്ട് എന്ന സമ്മതം കൂടിയാണ് അതൊരു പിഴവാണ് എന്ന് പറയുന്നതിലൂടെ ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ പമ്പയിലെ ദേവസ്വം ബോർഡിന്റെ മരാമത്ത് കോംപ്ലക്സിൽ ആണ് താമസിച്ചത്. അവിടെ 1,11,000 രൂപയുടെ ഒരു മുറിക്കായി ചെലവഴിച്ചു. അത് കിടക്ക, കട്ടില്, അതുപോലെ തന്നെ സോഫ, ടീപ്പോയി, ഒപ്പം തലയിണ, ഇതൊക്കെ വാങ്ങിയതിനാണ് ചെലവായി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പെടാപ്പാട് തന്നെയാണ് ദേവസ്വം ബോർഡ് ഈ വിശദീകരണത്തിൽ നൽകുന്നത്. അത് പ്രധാനമായും ഇങ്ങനെയാണ്. അതായത് ഈ കോംപ്ലക്സിന്റെ ആകെയുള്ള മരാമത്ത് കോംപ്ലക്സിന്റെ ആകെയുള്ള നവീകരണത്തിനായി 3,83,439 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ചെലവഴിച്ചിട്ടുള്ളതെന്ന വാദമാണ് നടത്തുന്നത്. അപ്പോഴും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരിടത്തും തന്നെ മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ ഉള്ള മുറിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഒരു മുറിക്ക് മാത്രമായി ചെലവഴിച്ചത് 1,97,000 രൂപയാണ് എന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കണക്കിനെ ഈ രീതിയിൽ, അതായത് ആകെ ആ മരാമത്ത് കോംപ്ലക്സിൽ ചെലവഴിച്ച തുകയെക്കുറിച്ച് വിശദീകരിച്ചാണ് ദേവസ്വം ബോർഡ് ഈ ന്യായീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണക്കുകൾ, അതായത് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്, ബില്ലുകളിൽ സംശയങ്ങൾ ഉന്നയിച്ച് ദേവസ്വം ബോർഡിൽ സംശയം ഉന്നയിക്കുന്നു. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് ഏൽപ്പിച്ചിരുന്ന ഊരാളുങ്കലിന്റെ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻസ് അവർ സമർപ്പിച്ച ബില്ലുകളിൽ, അതായത് IAC നൽകിയ ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും പരിശോധിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതായത് ഈ ഓഡിറ്റർക്ക് മുൻപാകെ വന്ന ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. ആ ബില്ലുകളിലും കണക്കുകളിലും സംശയമുണ്ട്, സുതാര്യതയില്ല എന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഏജൻസി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് സമ്മതിക്കുന്നു. ഈ ബില്ലുകളിൽ പ്രശ്നമുണ്ട് എന്നുകൂടി, അതായത് വാർത്ത പരിപൂർണമായി ശരിവെച്ചുകൊണ്ടാണ് ഒരു വിശദീകരണക്കുറിപ്പ് എന്ന നിലയിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ്